إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 60-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആ മക്കത്തെ മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഉസ്ജുദൂ ലിർറഹ്മാൻ, ആ പരമകാരുണ്യകനെ നിങ്ങൾ സുജൂദ് ചെയ്യൂ, ആ പരമകാരുണ്യകനെ നിങ്ങൾ വണങ്ങൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയും വമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ, ഈ പരമകാരുണ്യകൻ ആരാണ്? അറബികൾക്ക് നന്നായി അറിയാമാരാണ് പരമകാരുണ്യകൻ എന്ന്. അതായത് അത് നോക്കൂ നിങ്ങൾ, ആ പരമകാരുണ്യകൻ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ സമമായി ഗുണം ചെയ്യുന്നവൻ എന്നാണ് പരമകാരുണ്യകൻ റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം. നോക്കൂ നിങ്ങൾ, അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പരിഹാസ്യമായി അവർ ചോദിച്ചതാണ്, എന്താണ് ഈ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വേറൊന്നവർക്ക് ഉൾക്കൊള്ളാൻ മനപ്രയാസമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. കാരണം ഈ മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും റഹ്മാനായ അള്ളാഹുവിന്റെ സിഫത്ത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ വിദൂരസ്ഥനാണ്, ക്രൂരനാണെന്നൊക്കെയാണ് അവർ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരത് കഠിനമായി ശിക്ഷിക്കാൻ മാത്രം ഇരിക്കുന്നവനാണെന്നാണ്. അല്ലാതെ അടിയാന്മാരോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ, അവനെ വെറുക്കുന്നവൻ, അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവനും അള്ളാഹുവിനെ വെറുക്കുന്നവനും അള്ളാഹുവിന്റെ മാർഗം തെറ്റി സഞ്ചരിക്കുന്നവനെയും എല്ലാവർക്കും ഒരുപോലെ ഉപജീവനം നൽകുന്നവനാണ് ഈ റഹ്മാനായ ഈ അള്ളാഹ് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ അവർക്ക് വലിയ മനപ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. ഹുദൈബിയ്യ സന്ധിയുടെ ആ അവസരത്തിൽ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ, ആ എഴുത്തുകാരോട് കൽപ്പിച്ചപ്പോൾ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എന്താണ് അവർ പറഞ്ഞത്? സുഹൈൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, പറ്റില്ല, ഇതൊരിക്കലും പറ്റില്ല, ഒരിക്കലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പാടില്ല. കാരണം അർ-റഹ്മാനുർ റഹീമാണ് അവർക്ക് പ്രശ്നം. ബിസ്മിക്കല്ലാഹുമ്മ എന്ന് നാം നിരന്തരം പഴയ രൂപത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാത്രം എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയാൽ മതി, ബിസ്മിക്കല്ലാഹുമ്മ എന്ന് എഴുതിയാൽ മതി ആ കരാർ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ആ രൂപത്തിൽ അർ-റഹ്മാൻ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ സിഫത്തിനെ നിരന്തരം അവർ നോക്കൂ അതിനെ നിരാകരിച്ചിരുന്നു. കാരണം അതിന്റെ അർത്ഥമാണ് അതവർക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ആ അർ-റഹ്മാനായ അല്ലാഹുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ശിർക്കിനും കുഫ്റിനും സ്ഥാനമില്ലാതായി പോകും. നോക്കൂ നിങ്ങൾ, അവർ ഇടുങ്ങിയ ചിന്താഗതിയാണ്. വളരെയധികം പരിഹാസ്യ രൂപത്തിൽ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ അവിശ്വസിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. വമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അനസ്ജുദു, ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ, ലിമാ തഅ്മുറുന, ഞങ്ങളോട് നീ കൽപ്പിക്കുന്നതിന് കൽപ്പിക്കുന്നവനെ ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ എന്നാണ് അവർ ചോദ്യരൂപത്തിൽ ചോദിക്കുന്നത്. വസാദഹും നുഫൂറ, അവർക്കത് വെറുപ്പ് വർദ്ധിപ്പിച്ചു എന്നാണ്. ആ വചനം അവർക്ക് വെറുപ്പ് വർദ്ധിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരിക്കലും അവർക്ക് സന്മാർഗമല്ല അതുകൊണ്ട് ലഭിച്ചത്. ഈ രൂപത്തിൽ ദാർഢ്യം കാണിക്കുന്ന ഒരിക്കലും വിജയം വരിക്കില്ല. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.